എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ഇത്താൻ്റെ ഗെയിം അതിൻ്റെ ഉള്ളിലാ? റസ്മിൻ കളിക്കുന്നുണ്ട്, നന്നായി കളിക്കുന്നുണ്ട്. പക്ഷെ ഇതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ ഇപ്പം ഞാനന്ന് കേറിയപ്പോഴും പറഞ്ഞില്ലേ, കുറച്ചൊരു എന്താണ് ഈ disrespectful ആയി. ഫ്രണ്ട്ഷിപ്പിൽ അകപ്പെട്ടു പോയല്ലാണ് തോന്നിയത്. അതെ അതെ അതെ, അതിലോട്ട് ചെറുതായിട്ട് ഒതുങ്ങിപ്പോയി. അതുകൊണ്ട് ബാക്കി പല കാര്യങ്ങളും കാണാതെ പോവുകയും അങ്ങനെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായി. ഗബ്രീനോടാണെങ്കിലും ജാസ്മിനോടാണെങ്കിലും ഒക്കെ നിൽക്കേണ്ടത് പോലെ നിന്നിട്ടാണ് അവൾ ഗെയിമിലേക്ക് തന്നെ കൂടുതൽ നിർണ്ണയിച്ചിട്ടുള്ളത്. കോമണർ ആയതുകൊണ്ട് കുറച്ചുകൂടെ റസ്മിനെ ലാലേട്ടൻ ഇച്ചിരി പൊരിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ? ഇല്ലില്ല, അവര് ചെയ്യണേനുള്ള പക്ഷാഭേദമൊന്നും കാണിച്ചിട്ടില്ല. കാണിച്ചില്ല ലാലേട്ടന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ. ഇല്ല ഇല്ല ഇല്ല, ഒരു തെറ്റും വന്നിട്ടില്ല. കാരണം തെറ്റ് എവിടെയെന്നുള്ളത് ചൂണ്ടിക്കാണിച്ചിട്ടേ ഉള്ളൂ ലാലേട്ടൻ. ജാസ്മിൻ ജാസ്മിൻ നല്ല സ്ട്രോങ് ആണ്. സ്ട്രോങ് ആണ്, നല്ലപോലെ വായിട്ട് അടിച്ചടിച്ചടിച്ച് നിന്നോളൂ. സിജോ കാട്ടുതീയായിട്ട് വരുമെന്നാണ് പറഞ്ഞത്. ഇതുവരെയായിട്ട് കാട്ടുതീ കാട്ടുതീയൊന്നും വന്നിട്ടില്ല. സീക്രട്ട് ഏജന്റിനെ കുറിച്ച് എന്താ തോന്നുന്നത്? സായി അവിടെ കേരളക്ക് മുമ്പ് സാധനം പറ്റി ഭയങ്കര ഇതാണ്. ഞാൻ വിചാരിച്ച് അതിൻ്റെ ഉള്ളിൽ പക്ഷെ ഒന്നുമില്ല, ഒന്നുണ്ടായില്ല, ഒരു പാവം പുലിക്കുട്ടിയായിട്ട് പോയിട്ട് പൂച്ചക്കുട്ടിയായി മാറി. എത്രയോ ശ്രീധുവിന്റെയും റസ്മിന്റെയും അത് റസ്മിന് ഒരു ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രീധുവിനോട് പറയുന്നതായിട്ടൊരു സ്റ്റേറ്റ്മെന്റ്. ആൾക്കാർക്ക് എന്തെങ്കിലും കിട്ടാൻ കാത്തിക്കണല്ലോ, അവര് പലതരത്തിലും വ്യാഖ്യാനിക്കാൻ. അത്രേ ഉള്ളൂ. ജിൻഡോ അവിടെ കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കുന്ന ജിൻഡോ ആണ് തോന്നി. അങ്ങനെ തോന്നി ഷോ കാണുമ്പോ അങ്ങനെയാണ്. നേരിട്ട് പരിചയപ്പെട്ടപ്പോ എന്തിയാ പുള്ളിയെ കണ്ടപ്പോ സംസാരിച്ചിരുന്നോ? എന്താ തോന്നിയത്? ഭയങ്കര പാവം. ഇപ്പൊ ജിൻഡോനായിട്ടും ഒരുപാട് വിവാദങ്ങൾ എന്റെ മോളായിട്ട് ഉണ്ടായിട്ടുണ്ടല്ലോ. പക്ഷെ അവിടെ ചെന്നപ്പോ നല്ലൊരു ഇതിലാണ്, എല്ലാവരും നല്ല ഇതിലാണ്, സ്നേഹത്തിലാണ് പെരുമാറുന്നത്. പുറത്തുനിന്ന് കാണുന്നില്ല അതിന്റെ ഉള്ളിൽ. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ചുടുചൂടൻ ചോദ്യങ്ങൾക്ക് കൂർക്കിക്കൊള്ളുന്ന ഉത്തരങ്ങൾ അവർ പറയുമ്പോൾ നിങ്ങൾ പറയും അങ്ങനെ പറ. നമസ്കാരം, മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറയിൽ ഇന്ന് നമ്മളോടൊപ്പം ബിഗ് ബോസ് സീസൺ 6 താരം റസ്മിന്റെ ഫാമിലിയാണ്. റസ്മിന്റെ ബ്രദർ റസീം ആൻഡ് റസ്മിന്റെ ഉമ്മി ഹസീന. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പുറത്തും അകത്തും ബിഗ് ബോസ് സീസൺ 6 തരംഗങ്ങൾ അലയടിക്കുമ്പോൾ ഫാമിലി എന്ന നില, റസ്മിന്റെ ഫാമിലി എന്ന നില എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നല്ല തന്നെ തോന്നുന്നത്. മൊത്തത്തിലൊരു മാറ്റമുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ടോ? ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ബിഗ് ബോസ് സീസൺ നേരത്തെ ബിഗ് ബോസ് സീസൺ 6 കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടോ? ഇല്ല ഇല്ല, ഞങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്നത്. ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്. ബിഗ് ബോസ് സീസൺ 6 എന്തായാലും എല്ലാ എപ്പിസോഡും ലൈവായിട്ട് കാണുന്നത്, സംശയമില്ല. ബിഗ് ബോസ് സീസൺ 6 മറ്റെല്ലാ സീസണേക്കാളും ഭയങ്കരമായ വിവാദങ്ങളിൽ പെട്ടിരിക്കുകയാണ്. നിങ്ങളും കേട്ട് കാണുമല്ലോ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളിപ്പോൾ ഉമ്മ ആയാലും റസീം ആയാലും സീസൺ 6 ആയിരിക്കും കണ്ടിന്യൂസ് ആയിട്ട്. ഇതിനു മുമ്പ് ബിഗ് ബോസ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ പൊതുവിൽ 5 സീസൺസും ഇത്രയും വിവാദ ചുഴിയിൽ പെട്ടിട്ടില്ല, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായിട്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയ നമുക്ക് അറിവില്ല. പക്ഷേ ഈ സീസൺ 6ഉം അതിലെ മത്സരാർത്ഥികളും വല്ലാത്ത രീതിയിൽ, അതായത് ഇവർ പുറത്തുള്ളതിനേക്കാളും അകത്തുള്ളതിനേക്കാളും മത്സരം പുറത്താണ് ചൂട് കൂടുതൽ. ഇപ്പൊ ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിലും ആ ചൂട് ഇപ്പോഴും ഉണ്ട്. അപ്പൊ എന്താണ് നിങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ പോയല്ലോ കഴിഞ്ഞ ദിവസം, ഏറ്റവും ഇന്നലെ ആയിരുന്നു റസ്മിന്റെ ഫാമിലി എന്ന എപ്പിസോഡ് കാണിച്ചത്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് അവിടെ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ്? എന്ത് തോന്നുന്നു? അവിടെ എല്ലാം പുറത്ത് കാണുന്ന പോലെയൊന്നുമല്ല, പക്ഷെ അകത്ത് എല്ലാം നല്ല ഇതിലായിരുന്നു. എല്ലാ കണ്ടന്റ്സും നല്ല സ്നേഹത്തിലായിരുന്നു. ഞങ്ങളോട് നല്ല ഫ്രീ ആയിട്ട് തന്നെ സംസാരിച്ചു. ഞങ്ങളും തിരിച്ച് ഫ്രീ ആയിട്ടാണ് എല്ലാവരോടും പെരുമാറിയിരിക്കുന്നത്. കാരണം വെച്ചാൽ അവിടെ ഒരു ക്യാമറ ഉണ്ടെന്നുള്ള ഒരു ചിന്ത പോലും ഇല്ല. നല്ല കൂളായിട്ട് തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറിയതും സംസാരിച്ചതും നല്ല സ്നേഹത്തോടെ തന്നെയാണ് ഞങ്ങൾ പിരിഞ്ഞതും. ബിഗ് ബോസ് സീസൺസ് അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർ, അതായത് റസ്മിന്റെ പേരൻസ് ഉൾപ്പെടെ, അതായത് മത്സരാർത്ഥികളുടെ പേരൻസ് ഉൾപ്പെടെ പുറത്തുനിന്ന് കാണുന്നത് വേറൊരു കാഴ്ചപ്പാടായിരിക്കും അവിടെ ചെല്ലുന്നത് വരെ. അപ്പൊ എന്തായിരുന്നു അതിന് മുമ്പ് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു? അങ്ങനെ നമ്മ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ക്യാമറ ഉണ്ടെന്ന് തന്നെ നമ്മ തന്നെ മറന്നുപോയി. ഒരു 5 മിനിറ്റ് തന്നെ ക്യാമറ ഉള്ളവരും എല്ലാം മറന്നുപോയി. പിന്നെ അതുകൂടാതെ നമുക്ക് ഫോണും ഇല്ല, ഒന്നുമില്ല. പക്ഷെ നമുക്കൊരു ടൈം അറിയാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു എൻ്റെ അടുത്ത്. പക്ഷെ അപ്പോൾ അവരെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. അവർ ഇത്രയും ദിവസങ്ങൾ, ഇപ്പോൾ 10-71 ദിവസമായിട്ട് ഓരോ കണ്ടൻസ് അതിൻ്റെ അകത്തുണ്ട്. അവർക്ക് പുറം ലോകമായിട്ട് ഒരു ബന്ധവുമില്ല, ഒരു ആരെയും കാണാൻ പറ്റുന്നില്ല, ആരോടും സംസാരിക്കാൻ പറ്റുന്നില്ല, ഫോണിലൂടെ ആണെങ്കിലും ഒന്നും പറ്റുന്നില്ല. ഒരു ടൈം പോലും അവർക്ക് അറിയാൻ പറ്റുന്നില്ല. എപ്പോഴോ രാത്രിയാകുന്നു, എപ്പോഴോ പകലാകുന്നു, ആ ഒരു മൈൻഡിലാണ് അവരുടെ ആ ഒരു എല്ലാവരുടെയും. റസീമിന് എന്താണ് തോന്നുന്നത്? റസീമിന്റെ അനിയത്തിയാണോ ചേച്ചിയാണോ? ഇത്തയാണോ? ഓക്കെ, എന്താണ് ഇത്തയെ കുറിച്ച് റസീമിന് പറയാനുള്ളത്?
അനിയെന്ന നിലയിൽ? എനിക്ക് ഭയങ്കര അഭിമാനമാണ് ഇത്താത്ത അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പിടിച്ചേക്കണ തന്നെ. എന്താ വെച്ചാൽ പുറത്തിറങ്ങുമ്പോഴായാലും റസ്മിന്റെ ബ്രദർ അല്ലേ എന്നുള്ള ചോദ്യമൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഉമ്മിക്കായാലും ചെറിയ ടെൻഷൻ, അതായത് ഇപ്പൊ ഇത്രയും ദിവസങ്ങൾ കടന്ന് റസ്മിൻ നിൽക്കുമ്പോൾ ഒരു ഇപ്പം ഈ ലാസ്റ്റ് വീക്കെൻഡ് എവിക്ഷൻ നടന്നിട്ടില്ല, ലാലേട്ടൻ വന്നിട്ടില്ല, മറിച്ച് ഈ വീക്കിലേക്ക് പോയി. ഈ വീക്കിലേക്ക് വരുമെന്നാണ് പറയപ്പെടുന്നത് എവിക്ഷൻ വരുന്നത്. അപ്പോൾ റസ്മിൻ നോമിനേഷൻ റസ്മിൻ ഉണ്ടല്ലോ, അപ്പോൾ റസ്മിൻ പുറത്തേക്ക് പോകുമോ, അത് ഇനി എവിടം വരെ എത്തുമെന്നൊരു ടെൻഷൻ, പുറത്തേക്ക് പോകും എന്നൊരു ടെൻഷൻ നിങ്ങൾക്കുണ്ടോ, അല്ലെങ്കിൽ എന്താണ് റസ്മിന്റെ ഒരു ഫ്യൂച്ചർ എന്നോർത്ത് ടെൻഷൻ ഉണ്ട് ബിഗ് ബോസിലെ? കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോൾ നന്നായി കളിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നോക്കുമ്പോൾ പോകും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലല്ലേ. പിന്നെ റസ്മിൻ ആണെങ്കിലും ഈ സീസൺ 6 കുറെ അധികം വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ? ഒരുപാട് വിവാദങ്ങൾ അറിയാം. നമ്മുടെ ഏറ്റവും വിവാദ നായിക അതിനകത്ത് ആരായിരിക്കും? ജാസ്മിൻ. ഗബ്രി പുറത്തു പോയി, എന്നാലും ജാസ്മിൻ ഇപ്പോഴും അവിടെ കത്തി കൊടുമ്പിരി കൊണ്ട് നിൽക്കുവാണ്. അപ്പൊ ജാസ്മിനും റസ്മിനും തമ്മിലുള്ള റിലേഷൻ ഒരു കോംബോ വന്നിരുന്നു അതിന്റെ ഇടയ്ക്ക്, അതായത് ഗബ്രി, ജാസ്മിൻ, റസ്മിൻ അങ്ങനെയായിരുന്നു കുറെ കാലങ്ങൾ. ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് അവരങ്ങ് ആ ഒരു കോർണറിൽ അങ്ങ് പോകുമായിരുന്നു. അതൊരു മെന്ററെ പോലെയാണ് റസ്മിൻ എന്ന രീതിയിലാണ് അങ്ങനെ കണ്ടിരുന്നത്. പിന്നീട് അവർ തമ്മിൽ ഭയങ്കര വാഗ്വാദങ്ങളും തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. അപ്പൊ ഉമ്മിയും റസീമും ആ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മൈൻഡ് സെറ്റിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഈ കാണുന്ന ഒരു? അങ്ങനെയൊന്നും ഉണ്ടായില്ല, അങ്ങനത്തെ ഒരു മൈൻഡ് ഒന്നും ഉണ്ടായില്ല. എന്തായിരുന്നു അവിടെ ചെന്നിട്ട്? എല്ലാവരും നല്ലൊരു സ്വീകരണം തന്നെയായിരുന്നു. ഇപ്പൊ ജാസ്മിൻ ആണെങ്കിലും നോറ ആണെങ്കിലും എല്ലാ കണ്ടൻസും ഞങ്ങൾ ഇപ്പൊ ജിൻഡോനായിട്ടും ഒരുപാട് വിവാദങ്ങൾ എൻ്റെ മോളായിട്ട് ഉണ്ടായിട്ടുണ്ടല്ലോ. പക്ഷെ അവിടെ ചെന്നപ്പോ നല്ലൊരു ഇതിലാണ്, നല്ല ഇതിലാണ്. പുറത്തുനിന്ന് കാണുന്നില്ല അതിന്റെ ഉള്ളിൽ, ആകെ അതിന്റെ ഉള്ളില് നമുക്ക് കാണിച്ചു തന്നെ അടി മാത്രമുള്ളൂ കാണിക്കണത്. പക്ഷെ അതിന്റെ ഉള്ളിൽ എല്ലാവരും നല്ല എല്ലായിട്ടാണ്, ഒരു കുട്ടികളെ പോലെയാണ് അതിന്റെ ഉള്ളിൽ എല്ലാവരും ഇരിക്കുന്നത്. പുറത്തേക്ക് വരണമെന്ന് റസ്മിൻ എന്തായിരുന്നു നിങ്ങൾ അവിടെ ചെന്നപ്പോൾ റസ്മിനോട് നിങ്ങൾക്ക് പറയാനുണ്ടായിരുന്നത്? എന്തായിരുന്നു റസ്മിന്റെ ഒരു ഒറിജിനൽ? ഇപ്പൊ നമ്മളെ കുറച്ച് പാർട്ടിലേ കാണിക്കുള്ളൂ, ഉമ്മിക്കും റസീമിനുമല്ലേ അറിയുള്ളൂ എന്താണ് അവിടെ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ നിങ്ങളവിടെ ചെന്നപ്പോ എന്തായിരുന്നു റസ്മിന്റെ ഒരു പ്രതികരണം? എന്തായിരുന്നു? ആൾക്ക് പുറത്തേക്ക് പോകണം, പ്രഷർ കുക്കറിൽ നിൽക്കുന്ന പോലെ ആയിരുന്നോ, അതോ പ്രഷർ കുക്കറിൽ ആ ഒരു സങ്കടവും സന്തോഷവും. കാരണം വെച്ചാൽ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം പെട്ടെന്ന് നമ്മുടെ ഫാമിലിനെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീൽ ഉണ്ടാവില്ല. കാരണം എന്നെ വിട്ട് അവൾ നിൽക്കാത്തതാണ്. ഇത്രയും ദിവസം നിന്നപ്പോഴേക്കും പിന്നെ പനിയായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും ഒന്ന് കാണുമെന്ന് തോന്നിയെന്ന് കാണാൻ പറ്റിയില്ല. അങ്ങനത്തേക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അതായത് ഉമ്മിക്ക് ടെൻഷൻ ഉണ്ടോ ശരിക്കും റസ്മിൻ പുറത്തു പോകുന്നുണ്ട്? ഈ ആഴ്ച എവിക്ഷൻ നടക്കുമ്പോൾ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. സംസാരിച്ചപ്പോൾ തൊട്ട് എനിക്ക് അത് തോന്നുന്നുണ്ട്. ഉമ്മിക്ക് ആ റസ്മിൻ പുറത്തേക്ക് പോകുമോ ഒരു ടെൻഷൻ? പോവില്ല, ആ ടെൻഷൻ ഒന്നും ഇല്ല. കൂളാണോ? കൂളാണ്, കോൺഫിഡൻസ് ആണ്, എന്തായാലും പുറത്തു വരില്ലെന്ന് നമ്മളൊരു കോൺഫിഡൻസ് ആണ്. ഓക്കെ, റസ്മിനും അതുപോലെ ജാസ്മിനും തമ്മിൽ ഒരു അടി വിഷയം അതിനകത്ത് ഉണ്ടായിരുന്നല്ലോ ഒരാഴ്ച മുമ്പ്, അതായത് ഫാമിലിയൊക്കെ വരുന്നതിന് മുമ്പായിട്ട് ഒരു കിച്ചണിന്റെ ഒരു പ്രശ്നത്തിൽ വന്നിട്ട് റസ്മിൻ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ട് വന്ന ഒരു സംഭവം ഉണ്ടായി. അത് എന്താണ് ഉമ്മിക്ക് ആ ഒരു എപ്പിസോഡ് കണ്ടപ്പോ എന്തായിരുന്നു ഉമ്മിയുടെ ഒരു ഫീലിംഗ്? അല്ല, ശരിക്കും പറയുകയാണെങ്കിൽ അവള് നോക്കുമ്പോ അൻസിബ അടുത്ത് നിന്നിട്ട് എണ്ണയിൽ വറക്കുന്നു. പക്ഷെ ഗ്യാസിലും കാണും തട്ടി കൈ കൊണ്ട് ആരുടെ മേത്താണ് അത് വീണെങ്കിൽ എത്ര വന്നാലും എല്ലാ ആർട്ടിസ്റ്റുകളല്ലേ, അവരുടെ ദേഹം പൊളിയാൽ ആ ഒരു ഇതിലാണ് ജാസ്മിനെ മാറ്റിയത്, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പം റസ്മിൻ അതിന്റെ പേരിൽ ലാലേട്ടനൊക്കെ കുറെ ശകാരിക്കുകയൊക്കെ ചെയ്തിരുന്നല്ലോ. അവൾ പറയുകയും ചെയ്തു, എൻ്റെ മോൾ പറയുകയും ചെയ്തു, കാരണം എൻ്റെ കയ്യിൽ നിന്ന് വന്ന തെറ്റാണ്, സോറി പറയുകയും ചെയ്തു. ജാസ്മിനോടാണെങ്കിലും എല്ലാവരോടും സോറി പറയുകയും ചെയ്തു. നമ്മ പോയപ്പോൾ നമ്മ ജാസ്മിനോട് പറഞ്ഞു, അപ്പൊ അവര് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, അതൊരു ഗെയിമിന്റെ ജാസ്മിന്റെ ഉമ്മയും വാപ്പയും ഒരു പ്രശ്നമില്ല, അതൊക്കെ ഗെയിമിന്റെ ഭാഗമെന്നാണ് നമ്മളടുത്ത് പറഞ്ഞു അവര്. ഓക്കെ, റസീം അവിടെ ഇത്താത്തെ കണ്ടപ്പോഴത്തേക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നല്ലോ. ഇത്താത്ത പഴയതുപോലെ കളിക്കുന്നില്ല, കുറെ കൂടെ പവർഫുൾ ആയിട്ട് കളിക്കണമെന്നൊക്കെ. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? നമ്മ ഫസ്റ്റ് 2 വീക്ക് ഇത്താത്ത പോയപ്പോ നല്ലൊരു എനർജി ആയിരുന്നു, എല്ലായിടത്തും തുറന്നടിച്ച് പറയണ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എല്ലാവരും പറയണല്ലോ ഫ്രണ്ട്ഷിപ്പിൽ അടങ്ങി. ഇത്താന്ന് വെച്ചാല് ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ആളാണ്. അപ്പൊ ആ ഫ്രണ്ട്ഷിപ്പിൽ ഒതുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്തന്റെ ഗെയിമും ഇപ്പൊ നോറിന്റെ അടുത്തായാലും തുറന്നടിച്ച് പറയാനുള്ള ധൈര്യം കിട്ടണില്ല. ആ ഫ്രണ്ട്ഷിപ്പ് പോകുന്നുള്ള പേടിയിലാണ് ഇപ്പൊ അങ്ങനെ നിക്കണത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി ഫ്രണ്ട്ഷിപ്പ് പുറത്തു പോയാലും ഉണ്ടാവും, ഇവിടെ ഗെയിം കളിക്കാം അങ്ങനെ പറഞ്ഞു. ഓക്കെ, അതായത് റസ്മിൻ റസ്മിന്റെ ഒരു ബയോഡേറ്റ നോക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കര റൈഡറാണ്, ഭയങ്കര നല്ല പിന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ടീച്ചറാണ്, അതായത് സ്പോർട്സ് ടീച്ചറാണ്, നല്ല സ്മാർട്ട് ആൻഡ് അല്ലെ ഭയങ്കര എലഗന്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു 1 വീക്ക് 2 വീക്ക് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി അതേ ഔട്ട്പുട്ടിൽ കളിക്കുന്നുണ്ടോ? ഇപ്പൊ അങ്ങനെ തോന്നുന്നുണ്ടോ? ആ ഒരു പഴയ ലെവലിൽ കളിക്കുന്നുണ്ടോ? എല്ലാ ഒരു എടുത്ത് പുറത്ത് കാണിക്കുന്നതിന് ഒരാൾ പുറകിലോട്ട് പോകുന്നതായിട്ട് ആവറേജിലേക്ക് പോകുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു ആരോപണങ്ങളൊക്കെ
പുറത്തുനിന്ന് കേൾക്കുന്നത്. ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല. ഇപ്പൊ ഈ ഒരാഴ്ചയായിട്ട് തിരിച്ച് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞിട്ട് മാറി. ആ ബോൾ ഗെയിമിലൊക്കെ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കളിച്ച് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അല്ലേ? അതിനു മുമ്പായിട്ട് ഈ കൂട്ടുകെട്ടുകളിലേക്ക് വന്നപ്പോഴത്തേക്ക് ആ ഫ്രണ്ട്ഷിപ്പില് ഡൗൺ ആയതാണ്. ഡൗൺ ആയിപ്പോയാണ്. പക്ഷെ അത് ഇപ്പൊ മാറി. ഇപ്പൊ അവരോടും ഇപ്പൊ ഗബ്രി പോകുന്നതിന് മുമ്പാണെങ്കിലും ഗബ്രീനോടാണെങ്കിലും ജാസ്മിനോടാണെങ്കിലും ഒക്കെ നിൽക്കേണ്ടതുപോലെ നിന്നിട്ടാണ് അവൾ ഗെയിമിലേക്ക് തന്നെ കൂടുതൽ നിന്നയിച്ചേക്കുന്നത്. ഓക്കെ. അപ്പൊ റസ്മിൻ ഒരു കോമണർ ആണല്ലോ. അപ്പൊ കഴിഞ്ഞ വർഷത്തെ കോമണേഴ്സ് ഒക്കെ പെട്ടെന്ന് പോവുകയും ആദ്യം കയറി 2 കോമണേഴ്സിൽ ഒരാഴ്ച 2 ആഴ്ചക്കുള്ളിൽ തന്നെ പോവുകയും. പക്ഷെ ഇത് ഏഷ്യാനെറ്റിന്റെ ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം ഒരു കോമണർ നിൽക്കുന്നത്. റസ്മിനെ പുറത്താക്കാൻ പർപ്പസിൽ പുറത്താക്കാനായിട്ട് ഈ ഗെയിം ഫെയർ ആയിട്ടില്ലാത്ത ഗെയിം കളിക്കുന്നതായിട്ട് അങ്ങനെ ആരെങ്കിലും ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഈ ഗെയിം കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ആൾക്കാരെന്നല്ലേ ചോദിക്കുകയാണെന്ന് വെച്ചാൽ ഇതൊരു ഗെയിം ആണല്ലോ, ഒരു പ്ലേ ആണ്. അപ്പോൾ ഉറപ്പായിട്ട് ഫെയർ ഗെയിംസും ഉണ്ട്, അത് വെച്ചാൽ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നവരുണ്ട്, അല്ലാത്ത രീതിയിൽ കളിക്കുന്നവരുണ്ടെന്നാണ് അതിനകത്തുള്ളവർ തന്നെ പറയുന്നത്. അങ്ങനെ റസ്മിനെ ഭയങ്കരമായി പ്രഷറൈസ് ചെയ്ത് പുറത്താക്കാനായിട്ട് അങ്ങനെ ആൾക്കാരുണ്ടതായിട്ട് അതിനകത്ത് കാൻഡിഡേറ്റ്സ് പേരല്ല പറയാൻ ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരാള് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട് റസ്മിനെ അങ്ങനെ? അതെന്താണ് അങ്ങനെ? ഏത് ഒരു ഇൻസിഡന്റ് പറയാനുണ്ടോ റസ്മിന്? എന്താ വെച്ചാൽ എനിക്കൊന്ന് സിജോ എന്ന് തോന്നുന്നു. സിജോ ഇങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്, റസ്മിനെ ഇങ്ങനെ എവിക്ഷനിൽ കൊണ്ടുവരണം, നോമിനേഷനിൽ കൊണ്ടുവരണം, പുറത്താക്കണം അങ്ങനെ. റസ്മിൻ ഒരു നിലപാടില്ലാത്ത ആളാണെന്ന രീതിയിലാണ് കുറെ സംസാരങ്ങളോടെ ഓൾറെഡി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ കുറച്ച് കണ്ടസ്റ്റൻസിന്റെ പേര് പറയാം. ആ ഗെയിം ഇത് ബിഗ് ബോസിൽ കളിക്കുന്ന ഗെയിമേഴ്സിന്റെ. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് അവരുടെ ഗെയിമിനെ നിങ്ങൾ എങ്ങനെയൊന്ന് വിലയിരുത്തുന്നതെന്ന് പറയണം. ഓക്കെ, നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടോ, നിങ്ങൾ ദിവസവും കാണുന്ന ആൾക്കാരായതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. സിജോയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സിജോ ശരിക്കും പറയുവാണെങ്കിൽ ഇങ്ങനെ വാഗുകൊണ്ട് സംസാരിക്കുന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതായത് ഭയങ്കര തീയൊക്കെ ആക്കി കൊണ്ടുവരുമെന്നാണ് സിജോ പറഞ്ഞിരുന്നത്. പക്ഷെ ഒരു തീയുമല്ല, കാട്ടുതീയായിട്ട് വരുമെന്നാണ് പറഞ്ഞത്. കാട്ടുതീയൊന്നും വന്നിട്ടില്ല. തീപ്പൊരി പോലും ആരും ഇല്ല വന്നിട്ടില്ല, കുറിച്ചുള്ള കിംവദന്തി പറയുന്നത്. പക്ഷെ ഒന്നും വന്നിട്ടില്ല. ഉമ്മിയുടെ അഭിപ്രായം അതൊക്കെ തന്നെയാണല്ലോ, ഒന്നും കാണിച്ചിട്ടില്ല. ഇല്ല അങ്ങനെയാണ്. ഓക്കെ, ജാസ്മിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ജാസ്മിൻ നല്ല സ്ട്രോങ് ആണ്, നല്ലപോലെ വായിട്ട് അടിച്ചടിച്ചടിച്ച് നിന്നോളൂ. ജാസ്മിൻ ജബ്രി ലവ് അഫെയർ എന്ന് പറയുന്നത് ആ ഒരു ഗെയിം ആണോ അതോ അവരുടെ ജെന്യുവൻ ആണോ? എന്താണ് നിങ്ങൾക്ക് ഗെയിമിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? അവര് തമ്മില് വേറൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ, അല്ലാതെ ഒരു ലവ് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. റിലേഷനായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഭയങ്കര വിവാദമായിട്ടുള്ള ഒരുപാട് വിവാദമായിട്ടുണ്ട്. പക്ഷേ കുറെ PR ടീംസും PR ഓർഗൻസും ഒക്കെ ഉണ്ടാക്കണായിരിക്കും. അങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നത്? ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു. ഒരു പാർട്ടിസിപ്പന്റിന്റെ ഫാമിലി എന്ന നിലയിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ? ഗബ്രി അത് തന്നെയാണ് പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ളത്. എനിക്ക് അങ്ങനെ പ്രണയമില്ല, സ്നേഹമാണുള്ളത്. അല്ല, ലാലേട്ടൻ ചോദിക്കുമ്പോ തന്നെ ഗബ്രി പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ജാസ്മിൻ കളിക്കുന്ന ഒരു ഫെയർ പ്ലേ ആണെന്ന് തോന്നുന്നു, പക്ഷേ ജെനുവിൻ പ്ലേ ആണെന്ന് തോന്നിയിട്ടുണ്ടോ? അതോ ചുമ്മാ ഈ പറയുന്ന പോലെ മൈക്കിന്റെ മുമ്പിൽ നിന്ന് അല്ലെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ വന്നു നിന്ന് ഇമോഷൻ കാണിച്ച് ജനങ്ങളുടെ വോട്ട് നേടുന്നതായിട്ട് അങ്ങനെ കളിയാണെന്ന് തോന്നിയിട്ടില്ല? ഓക്കെ, അപ്പൊ എല്ലാരും നല്ല ഗെയിമേഴ്സ് ആണെന്നാണ് ഉമ്മയുടെയും ബ്രദറിന്റെയും അഭിപ്രായം. ഓക്കെ, നോറയെ കുറിച്ച് എന്താ അഭിപ്രായം? നോറ, അതായത് റസ്മിന്റെ അടുത്ത കൂട്ടുകാരിയായിട്ടാണല്ലോ നോറ കണക്കാക്കപ്പെടുന്നത്. അപ്പൊ റസ്മിൻ മാറാനുള്ള കാരണം എന്ന് പറഞ്ഞത് ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ കേട്ട ആള് നോറയാണ്. അത് റസ്മിൻ ഇങ്ങനെ മാറാൻ കാര്യം, ജാസ്മിനിൽ നിന്ന് റസ്മിനെ അകറ്റിക്കൊണ്ട് പോകാൻ കാരണമൊക്കെ നോറയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ എന്താണ് നോറയെ കുറിച്ചുള്ള ഒരു അവിടെ പരിചയപ്പെട്ടപ്പോഴും? ഇല്ല, നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്. പിന്നെ നോറ എന്ന് വെച്ചാല് ആരുടെയും ഫ്രണ്ട്ഷിപ്പിൽ വീണിട്ടില്ല ഇതുവരെ. ഓക്കെ, ഇമോഷണലി വീഴ്ത്താൻ പറ്റാത്ത ഒരാളാണ് നോറ അല്ലെ? റിലേഷൻ കൊണ്ട് വീഴ്ത്താൻ പറ്റാത്ത ഒരാളാണ് തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. സീക്രട്ട് ഏജന്റിനെ കുറിച്ച് എന്താ തോന്നുന്നത്? സായി അവിടെ കേരളക്ക് മുമ്പ് സായിനെ പറ്റി ഭയങ്കര അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, ഒന്നും ഉണ്ടായില്ല, ഒരു പാവം. അവിടെ എത്തിയപ്പോ സായി പുലിക്കുട്ടിയായിട്ട് പോയിട്ട് പൂച്ചക്കുട്ടിയായി മാറി. അത്ര മാറിയില്ല, സായി തിരിച്ചറിഞ്ഞു സായിന്റെ ഒരു ഇതും. സീക്രട്ട് ഏജന്റ് ആയിട്ട് നിൽക്കുമ്പോൾ സായി തകർത്തോണ്ടാണല്ലോ. അതായത് പുള്ളിയെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിനെ കുറിച്ച് ഏറ്റവും അധികം ക്രിട്ടിസൈസ് ചെയ്ത കുറ്റം പറഞ്ഞൊരു മനുഷ്യൻ അതിനകത്ത് കയറി ഒന്നും ചെയ്യാതിരിക്കുന്നു, വെറും പൂച്ചക്കുട്ടിയെ പോലെ. പൂച്ചക്കുട്ടി എന്നാണ് നിങ്ങളുടെ അഭിപ്രായം. ഓക്കെ, ശ്രീതുവിനെ കുറിച്ച് എന്താ തോന്നുന്നത്? ശ്രീതുവിനെ എല്ലാവരും പറയുന്നു ക്യൂട്ട്നെസ് കൊണ്ട് പിടിച്ചിരിക്കുന്നു. ഒരു ഗെയിം നന്നായിട്ട് ഗെയിം ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ടാസ്കിലൊക്കെ അത്യാവശ്യം ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് ഗെയിമിന്റെ തോന്നിയിട്ടില്ല. പിന്നെ ഒരു സംഭവം, ഞാനും ഇപ്പം ഇതിനു മുമ്പ് നമ്മൾ ഈ ഷോയെ കുറിച്ചൊക്കെ കാണുമ്പോഴത്തേക്ക് ഇതിനകത്ത് റീൽസിൽ വന്നൊരു സംഭവമാണ്. അതായത് ഇവരുടെ കോംബോ, അതായത് ശ്രീതുവിന്റെയും
അർജുന്റെ അല്ല, അർജുനെ നമ്മൾ ചോദിച്ചില്ല നമ്മൾ അതിനെ കുറിച്ച്. ശ്രീതുവിന്റെയും റസ്മിന്റെയും അത് റസ്മിന് ഒരു ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രീതുവിനോട് പറയുന്നതായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ചുമ്മാ പറയുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ക്യൂട്ട്നെസ്സിനെയാണ് പറഞ്ഞത്. അതിപ്പോ നമ്മളിപ്പോ ഒരു വ്യക്തിനെ കാണുമ്പോൾ അതിന്റെ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, സൗന്ദര്യത്തിന് പറയുന്ന പലവരും പലതരത്തിൽ വ്യാഖ്യാനിക്കും. അതിനെ കുറെ വിവാദങ്ങളാക്കിക്കൊണ്ട് പിന്നെ അത് ആൾക്കാർക്ക് എന്തെങ്കിലും കിട്ടാൻ കാത്തിക്കണല്ലോ, അവര് പലതരത്തിലും വ്യാഖ്യാനിക്കാൻ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ, അല്ല അതിൽ കൂടുതൽ വേറെ തോന്നിയിട്ടില്ല അതില്. റസ്മിനെ ഒരു കോമണർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വന്നിട്ടുണ്ട് ഈ ഷോയിൽ നിന്ന് പോകാനല്ലേ. ഒരുപാട് പ്രശ്നങ്ങൾ അവൾ ഫേസ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ആ കുട്ടി ഫേസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ PR ടീംസ് ഇപ്പൊ പറഞ്ഞല്ലോ, PR വർക്കുകൾ കൊണ്ട് കുറെ വാർത്തകൾ പുറത്ത് അകത്തുള്ള കളിയേക്കാളും ഇപ്പോഴത്തെ ബിഗ് ബോസ് സീസൺ 6 അറിയപ്പെടുന്ന പുറത്ത് കളിക്കുന്നു. അങ്ങനെ ഒരു PR ടീം റസ്മിനെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ മൊത്തത്തിൽ ഒരു ഇമോഷണലി ഡൗൺ ആക്കാനായിട്ട് അങ്ങനെ ഒരു കളി കളിക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? എല്ലാരും കയറി പിടിക്കുന്നുണ്ട്. റസ്മിനെ അങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമണർ ആണ് പുള്ളിക്കാരത്തി. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും പുറത്താക്കുക, അങ്ങനെ ഒരു എന്തോ ഒരു സീക്രട്ട് അജണ്ട ഉള്ളതുപോലെ അല്ലേ? അർജുനെ കുറിച്ച് എന്താ അഭിപ്രായം? അർജുനെ പറ്റി നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായമാണ്. അർജുനും ശ്രീതുവും തമ്മിലുള്ള ഒരു കോംബോയെ കുറിച്ച് എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഗബ്രി പോയതിനു ശേഷം ചില ഈ റീൽസ് ഒക്കെ എടുത്തിട്ട് എല്ലാരും ഇപ്പൊ അതാ പറയും, പുറത്തുനിന്ന് എല്ലാരും ഓരോ കോംബോ ഉണ്ടാക്കലാണ്. ശ്രീതു അർജുൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഫാൻ പേജും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അവിടെ പോയി നമുക്ക് അങ്ങനെ തോന്നിയൊന്നുമില്ല. അവര് പ്യുവർ ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് അവര് നമ്മളെ മുമ്പിൽ നമ്മൾ ഉണ്ടായിരുന്ന സമയത്തൊക്കെ കണ്ടത്. ഓക്കെ, നമുക്ക് റസ്മിനിലേക്ക് തന്നെ മടങ്ങി വരാം. റസ്മിൻ എന്ന് പറഞ്ഞ വ്യക്തി, ആ വ്യക്തിക്ക് ഞാൻ അറിഞ്ഞത് റസ്മിൻ നല്ല ഗ്രാജുവേറ്റ് ആണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, നമ്മൾ ഇതുപോലെ സ്പോർട്സ് ടീച്ചറാണ്. ഓക്കെ, അപ്പൊ പുള്ളിക്കാരത്തി എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക്, അതായത് ബിഗ് ബോസ് പോലുള്ള ഒരു വമ്പൻ ഷോ പ്ലാറ്റ്ഫോമിലേക്ക് അങ്ങനെയൊക്കെ താല്പര്യമുള്ള ഒരാളാണ്. എങ്ങനെയാണ് ആ പുള്ളിക്കാരത്തിന്റെ ജേർണി ഇതിലേക്കുള്ള എന്തായിരുന്നു? ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ ഇന്റർവ്യൂ ഉണ്ട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാനൊന്ന് പോയി നോക്കട്ടെ ഉമ്മി എന്ന് പറഞ്ഞു, ബയോഡേറ്റ അയച്ചു കൊടുക്കട്ടെ. ഓക്കെ, അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ കടമ്പകൾ കടന്നു മാത്രം കടന്ന് വന്ന് പെട്ടെന്ന് അതൊരു കേട്ടപ്പോൾ അവള് സെലക്റ്റഡ് ആയെന്ന് കേട്ടപ്പോൾ തന്നെ നമ്മൾ തന്നെ ഞെട്ടിപ്പോയി. തന്നെ വിചാരിച്ചില്ല ഇങ്ങനെ സെലക്റ്റഡ് ആകുമെന്നും വിചാരിച്ചില്ല. കാരണം വെച്ചാൽ നമ്മള് ഏറ്റവും ഒരു എത്രയോ പേര് പ്രതീക്ഷിച്ചിട്ടില്ല, പക്ഷെ ഒരു ഭാഗ്യത്തിന് കിട്ടി. എന്തെങ്കിലും ഒരു ട്രോമ, എന്തെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതിലേക്കൊക്കെ എത്തുമ്പോൾ അവർക്ക് പറയണോ ലൈഫിൽ എന്തെങ്കിലും ട്രാജഡി, ട്രോമ, അങ്ങനെ എന്തെങ്കിലും അവർക്ക് സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാരണം റസ്മിൻ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഫേസ് ചെയ്ത് ജയിച്ചു വന്നതായിട്ട് അങ്ങനെ ഒരു ഉമ്മയുടെ ഓർമ്മയിലോ അല്ലെങ്കിൽ ബ്രദറിന്റെ ഓർമ്മയിലോ ഉണ്ടോ? അങ്ങനെ അങ്ങനെ ട്രാജഡീസ് ഒന്നും വന്നിട്ടില്ല, ട്രോമാസ് ഒന്നും വന്നിട്ടില്ല. ആളെങ്ങനെയാണോ? ഭയങ്കര ജോബിലാണോ? ഫാമിലിയിലൊക്കെ എങ്ങനെയാണ് ആള്? ഭയങ്കരമായിട്ട് നല്ല സംസാരവും ഫുൾ ആക്റ്റീവാണ്. പക്ഷെ ഇതിനകത്ത് ബിഗ് ബോസ് സീസൺ 6 ആള് ഒരു സൈലന്റ് പോലെ അല്ലെ, ഒരു സൈലന്റ് ആയിട്ട് കുറച്ചുകൂടെ ഉൾവലിയുന്നതായിട്ടൊരു ഫസ്റ്റ് വന്നത്രയും ആക്റ്റീവ് അല്ല എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച കേറിയപ്പോ നമ്മ പറഞ്ഞിരുന്നു ചോദിക്കാൻ കാര്യം രണ്ടാഴ്ചത്തെ പോലെ ഇപ്പൊ ഗെയിം പിന്നെ ഡബിൾ പ്ലേ കളിക്കുന്നതായിട്ടൊക്കെ, അതായത് ഒരാളോട് സംസാരിച്ച് പിന്നെ ഓരോട് ഇങ്ങനെ സംസാരിച്ച് ജാസ്മിൻ ആ ഒരു ഫ്രണ്ട്ഷിപ്പില് കുറച്ച് ഒന്ന് ഡൗൺ ആയി പോയതാണ്. അവരെ വെറുപ്പിക്കരുത്, എന്നാലാ എനിക്ക് കളിക്കാൻ വേണം, ആ ഒരു മൈൻഡ് ആയി പോയി. ഈ വൃത്തിയില്ലായ്മയെ കുറിച്ച് ഒരു പ്രശ്നം, ഒരു കോൺട്രവേഴ്സി ഒക്കെ ഇടയ്ക്ക് ഉണ്ടായി. ശരിക്കും റസ്മിന് വൃത്തിയുള്ള ആളാണോ? നല്ല രീതിക്ക് തീർച്ചയായിട്ടും ജാസ്മിൻ കുളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നല്ലോ അവിടെ. അതിന്റെ പേരിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നതൊക്കെ ശരിക്കും ഒരു ഫേക്ക് ഗെയിം ആണോ, അതോ ഒറിജിനലി ജാസ്മിൻ അങ്ങനെയാണോ? നമ്മള് ഈ TV കണ്ടൊക്കെ തന്നെയല്ലോ കണ്ടിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് അതിനെ കുറിച്ച് എനിക്കൊരു ടാസ്ക് അതിന് തരാൻ പോകുന്നത്. ടാസ്ക് മീൻസ് ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിനെ വെച്ച് തന്നെ ഇതില് 3 പേരെ നിങ്ങൾ ഒഴിവാക്കുക, അതായത് എവിക്റ്റഡ്, നിങ്ങളായിട്ട് എവിക്റ്റ് ചെയ്യുക. അതിൽ ആരുടെ പേര് പറയും നിങ്ങൾ? 3 പേര്. എന്താണ്? റസീമിനെ കൊണ്ട് ആദ്യം പറയിപ്പിക്കാം. 3 ഇപ്പൊ നിക്കണേലും 3 പേരാണ്. അതെ, ഇപ്പൊ നിക്കണേലും എനിക്ക് തോന്നുന്നത് ശ്രീതു, അൻസിബ, പിന്നെ ആരൊക്കെ എനിക്ക് സിജോ. 3 സിജോ. ഓക്കെ, അൻസിബ, സിജോ, ശ്രീതു. ഉമ്മി അത് തന്നെയാണോ പറയുന്നത്? എന്തുകൊണ്ടാണ് ഇവരെ പറയാൻ കാര്യം? എന്താണ് സിജോ ഈ പറയുന്ന പോലെ? പക്ഷെ അൻസിബ അങ്ങനെ ഗെയിമിലേക്ക് അങ്ങോട്ട് കൂടുതൽ അങ്ങനെ ആക്റ്റീവ് ആവുന്നില്ല, ഒതുങ്ങി പോകുന്നു. അൻസിബ ഡബിൾ പ്ലെയർ ആണെന്ന് തോന്നി, ഒരു ഗെയിം കളിക്കുന്ന ഒരു ഫേക്ക് പ്ലെയർ ആണെന്ന് തോന്നി. അൻസിബ അവിടെ ഋഷിനെ മാത്രം നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നു, ബാക്കി ആരും സപ്പോർട്ടും ചെയ്യുന്നില്ല.
അത് മാത്രമല്ല അൻസിബയ്ക്ക് ഒരു പ്രൊഫൈലുണ്ട്. അൻസിബ ഭയങ്കര ഒരു നടിയാണ്, അല്ലെങ്കിൽ ഭയങ്കര സിനിമ ഫീൽഡിൽ അറിയാലോ, പല പല ഫേമസ് ആയിട്ടുള്ള ചിത്രങ്ങളുടെ ഈ പാട്ടായിരുന്ന ഒരാളാണ്. അപ്പൊ അതിന്റെ ആ ഒരു ഇമേജ് പോകുമെന്ന് ഒരു ഭയം കുട്ടിക്കൊണ്ടായിട്ട് മനഃപൂർവ്വം ഉൾവലിയുന്നതായിട്ട് ആ ഒരു ഇമേജ് നഷ്ടപ്പെടരുതല്ലോ, പുറത്തേക്ക് ഇനി ഇറങ്ങണം, ആ ഒരു ചിന്ത പുള്ളിക്കാരത്തിക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഫെയർ ആയിട്ട് നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാതെ കളിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ അൻസിബ? ഓക്കെ, സിജോ എന്താണ് പറയാൻ കാര്യം? സിജോ ശരിക്കും പറഞ്ഞാൽ രണ്ടാമത് തിരിച്ചു വന്നപ്പോ കാട്ടുതീ ആവൂന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഇതുവരെ ഒന്നും ആയില്ല. ആകെ കൂട്ടത്തോടെ ഇരിക്കുമ്പോ അത്ര അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ഇങ്ങനെ ഉപദേശിക്കുക അങ്ങനെ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒറ്റക്ക് ഒരാളോട് അങ്ങനെ എതിർത്ത് പറയണമെന്നും ഫൈറ്റ് ചെയ്യണമെന്നും ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ സിജോ ഒക്കെ ഔട്ടാണെങ്കിൽ ഈ എന്ത് കാരണം കൊണ്ടായിരിക്കും ഔട്ട് ആവുന്നതെന്നാണ് റസീമിന് തോന്നുന്നത്? സിജോ ഔട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ സിജോ ഔട്ടാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഗെയിമിലോട്ട് ആ കാട്ടുതീ എന്ന് പറഞ്ഞ വന്ന ആ ഒരു ഇത് കണ്ടിട്ടില്ല ഇതുവരെയായിട്ട്. ഇതുവരെ കാട്ടതി കണ്ടിട്ടില്ല, അതാണ് കാരണം. അതാണ് കാരണം. ശ്രീതു ശരിക്കും പിന്നെ ആ ഒരു ക്യൂട്ട്നെസ്സിൽ അങ്ങനെ പിടിച്ച് നിൽക്കണെന്നാണ്. അതെ, പുള്ളിക്കാരത്തിയും സിനിമ, അതായത് ഫേമസ് ആയിട്ടുള്ള ഏഷ്യനെറ്റിലേക്ക് സിനിമയുടെ ലീഡിങ് ആക്ടർ ആയിരുന്നു, ആക്ട്രസ് ആണ് പുള്ളിക്കാരത്തിയെ. നല്ല രീതിക്ക് നടന്നുകൊണ്ടിരുന്ന സീരിയലിന്റെ ഒക്കെ നായികാ സ്ഥാനം, അമ്മ അറിയാതെ. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ പുള്ളിക്കാരത്തി, പക്ഷെ ഒരു മറ്റേ തമിഴ് ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തി ഒരു കുട്ടിക്കളി പോലത്തെ ഒരു ആയിട്ട് തോന്നുന്നുണ്ട്. പുള്ളിക്കാരുടെ ക്യാരക്ടർ അതായിരിക്കും, സൈലന്റ്. ടാസ്ക് ഒക്കെ കൊടുത്താലും നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഗെയിമിലോട്ട് ഒരാളോട് എതിർപ്പ് പറയാം, അങ്ങനെ ഒരാളോട് വാക്കുണ്ടാക്കാൻ പോക്ക് അങ്ങനെ ഒന്നും ഇല്ല ശ്രീധുവിന്റെ. ഓക്കെ, റസീം അപ്പാർട്ട് ഫ്രോം പിന്നെ റസ്മിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആരെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ്? റസ്മിനെ ഒഴിച്ച് എനിക്ക് ജിൻഡോനെയാണ് ഇഷ്ടം. ജിൻഡോനെയാണ് ഇഷ്ടം. എന്താണ് പൊതുവെ ജിൻഡോയെ ഒരുപാട് കോൺട്രവേഴ്സി കേട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ് ജിൻഡോ. അതായത് പൊട്ടൻ മണ്ടൻ, അയാൾക്ക് ഈ തടി മാത്രമേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല, ജിൻഡോ അവിടെ കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കുന്ന ജിൻഡോ ആണ് തോന്നി. അങ്ങനെ തോന്നി ഷോ കാണുമ്പോ? അങ്ങനെയാണ് തോന്നുന്നത്. നേരിട്ട് പരിചയപ്പെട്ടപ്പോ എന്തിയാ പുള്ളിയെ കണ്ടപ്പോ സംസാരിച്ചിരുന്നോ? ഭയങ്കര ഭാവമായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഉമ്മിക്ക് എന്താ തോന്നിയത്? സെയിം തന്നെയാണ് തോന്നുന്നത്. പിന്നെ ലാസ്റ്റ്, അതായത് നമ്മുടെ ആദ്യത്തെ അവസാനത്തെ 5 പേരില് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ആരൊക്കെ ആയിരിക്കും വരുന്നത്? 5 പേര്, ലാസ്റ്റ് 5. ഞാൻ എന്റെ താതാനാദ്യം പറയും. ഓഫ് കോഴ്സ്. പിന്നെ ജാസ്മിൻ, ജിൻഡോ, അർജുൻ, നോറ. അഥവാ റസ്മിൻ, ഇൻ സപ്പോസ് ഇത് ഒരു ഗെയിമാണ്, ഇത് നമുക്ക് എത്ര ദിവസം പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അല്ലെ, എങ്ങനെ കളിച്ച് ഇത്രയും ദിവസം ആ ഹൗസിൽ നിൽക്കുന്നു എന്നുള്ള ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ റസ്മിൻ അഥവാ ഔട്ട് ആവുകയാണ്, ഇപ്പൊ നെക്സ്റ്റ് വീക്ക് അല്ലാതെ അടുത്ത വീക്ക് എന്നിലേക്ക് ഔട്ട് ആവുകയാണെങ്കിൽ എന്ത് കാരണമായിരിക്കും പുള്ളിക്കാരത്തെ പുറത്താക്കാൻ, അല്ലെങ്കിൽ റസ്മിനെ പുറത്താക്കാൻ ഉണ്ടാവും മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നതെന്നാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? ഈ ഫ്രണ്ട്ഷിപ്പിൽ ഡൗൺ ആയി എന്നുള്ള ഒരു പേരിലായിരിക്കുള്ളൂ. അതൊരു ഗെയിം ആയിരുന്നു എന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടോ? റസ്മിൻ അങ്ങനെ അകപ്പെട്ടു പോകാനുള്ളത് ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞൊരു സർക്കിൾ ഗെയിം ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അത് അതിന്റെ ഉള്ളിൽ കയറുമ്പോൾ ഓട്ടോമാറ്റിക് അവര് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്, നമ്മൾ ഒരാളായിട്ട് അറ്റാച്ച് ആവും. പക്ഷെ അങ്ങനെ പാടില്ല, ഒരു അങ്ങനെ പാടില്ല. പക്ഷെ ഇത്രയും ലോങ് ആയി പോയത് കൊണ്ട് 71 ഡേയ്സിന് ശേഷമാണ് പറഞ്ഞു കൊടുത്ത് മനസ്സിലായി, അവളെ വാക്കും തന്നിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും മാറ്റങ്ങൾ ഇനി ഈ സീസൺ 6 ഉണ്ടായിരുന്നോ? അതിൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്കൊന്ന് സീസൺ 5 എപ്പിസോഡ് നോക്കുമ്പോ ഇതില് മൊത്തം അടിയിടിയായിരുന്നു. പൊതുവിൽ ജനങ്ങൾ പറയുന്നത് അങ്ങനെയാണ്. മൊത്തം അടിയിടിയൊക്കെയാണ്. പക്ഷെ ഒരുപാട് വ്യൂസും സീസൺ 6-ലല്ലേ. നോക്കുവാണെന്നുണ്ടെങ്കിൽ സീസൺ 6 ആണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. പക്ഷെ ആൾക്കാരുടെ ഒരു അഭിപ്രായം, ജനാഭിപ്രായം നോക്കുമ്പോൾ ഒരു ഡൗൺ ആയിട്ടുള്ള, അതായത് ഈ സീസൺ വേണ്ട, ഇനി ഒരു സീസൺ വേണ്ട എന്ന രീതിയിൽ തന്നെയാണ് പൊതുവിൽ അഭിപ്രായം പറയുന്നതായിട്ട് പറയപ്പെടുന്നത്. നമുക്ക് അറിഞ്ഞൂടാ അതുവരെ. അപ്പൊ ഇതൊക്കെ ഒരു റിയാലിറ്റി ആണ് അല്ലെങ്കിൽ ഫേക്ക് ആണെന്ന് എന്താണ് മൊത്തത്തിൽ ഓൾ ടോട്ടൽ നിങ്ങൾക്ക് മൊത്തത്തിൽ ഈ ഷോയെ കുറിച്ചൊരു അഭിപ്രായം എന്താണ്? റിയാലിറ്റി തന്നെയാണ് ഇത്. ശരിക്കും ഫേക്ക് അല്ല, ശരിക്കും കളിക്കുന്നത് തന്നെയാണ്. ഇതൊരു സ്ക്രിപ്റ്റഡോ അല്ല, ഒന്നുമല്ല. ഇവര് അതിന്റെ ഉള്ളിൽ അകപ്പെട്ട് ഇവരെ മാനസികാവസ്ഥ മോശമാണനുസരിച്ച് അവർ പ്രതികരിക്കുന്നതാണ്. ശരിക്കും ഒരു മൈൻഡ് ഗെയിം ആണ് ഇതല്ലേ? അങ്ങനെയാണോ തോന്നുന്നത്? ഇതിനകത്ത് സ്ക്രിപ്റ്റ് ചെയ്തൊന്നും ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒന്നും തോന്നില്ല. ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ ഗബ്രി, ഇപ്പം നമ്മൾ ഇത്രയും കണ്ടസ്റ്റൻസിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പന്റ് ആയിരുന്നു ഗബ്രി ഒക്കെ കാണാൻ പറ്റിയിരുന്നോ? നേരിട്ട് കണ്ടോ? പിന്നെ കണ്ടിട്ടില്ല. ആരെങ്കിലും ഇറങ്ങിയ ആരെങ്കിലും ശ്രീരേഖ അങ്ങനെ ആരെങ്കിലും കാണാൻ സാധിച്ചിട്ടില്ല. ഒരു ചോദ്യം ചോദിക്കാം, ക്രൂഷ്യലായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. റസ്മിന് ബിഗ് ബോസിൽ ശത്രുക്കൾ, ഗെയിമർ എന്നല്ലേ ശത്രുക്കൾ, എനിമീസ്, നമ്മളൊരു ഗെയിം എടുക്കുമ്പോൾ എനിമീസ് ഉണ്ടാവില്ല, അങ്ങനെ ചോദിച്ചാൽ ആരുടെ പേരൊക്കെ ആയിരിക്കും നിങ്ങൾ പറയുക? റസ്മിനുള്ളത് ആരും തോന്നിയിട്ടില്ല. എനിക്കൊന്നും കൂടെ തോന്നാ ആകെ ഗെയിമിൽ എല്ലാത്തിലായിട്ട് ജിന്നോട് മാത്രം തോന്നുന്നു കുറച്ച് തോന്നുന്നു.
ഓക്കെ, ജിന്നോട് മാത്രമേ കുറച്ചൊരു എനിമിറ്റി ജിൻഡോയ്ക്കുള്ളതെന്ന് തോന്നുന്നു അല്ലേ? റസ്മിനോട് ഒരു എനിമിറ്റി ഉള്ളതായിട്ട് ഗെയിമർ എന്നല്ലേ നമുക്ക് ആർക്കും പക്ഷേ വ്യക്തിപരമായിട്ടല്ല. ഗെയിം അവർക്ക് കൊടുക്കുന്ന ടാസ്ക് ഒരുമിച്ചാണ് നിൽക്കണമെങ്കിൽ അവർ രണ്ടുപേരും ഒരേപോലെ തന്നെ ചെയ്യുന്നത്. ചെയ്യും. ഓക്കെ, ഇപ്പൊ ലാലേട്ടൻ എല്ലാ വീക്കെൻഡും ലാലേട്ടൻ വന്നിട്ട് എവിക്ഷൻ പരിപാടികളും പിന്നെ ഇവരുടെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് റസ്മിന്റെ ലാസ്റ്റ് വീക്കെൻഡ്, അതായത് പാരന്റ്സ് ഒക്കെ വരുന്നതിന് ഫാമിലി ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള വീക്കെൻഡ് റസ്മിന് ഒരു ഭയങ്കര ട്രാജിക് ആയിട്ടുള്ള വീക്കെൻഡ് ആയിരുന്നു എനിക്ക്. കാരണം ജാസ്മിനുമായിട്ടുള്ള യെല്ലോ വിഷയങ്ങൾ കാർഡ് കൊടുത്തു. റസ്മിന് ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായി. അതെനിക്കൊന്നു കോമണർ ആയതുകൊണ്ട് കുറച്ചുകൂടെ റസ്മിനെ ലാലേട്ടൻ ഇച്ചിരി പൊരിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ? ഇല്ലില്ല, അവര് അങ്ങനത്തെ ചെയ്യണേനുള്ള ഒരു ഇതന്നെ പക്ഷാഭേദമൊന്നും കൊടുക്കുന്നത്. കാണിച്ചിട്ടില്ല. കാണിച്ചില്ല ലാലേട്ടന്റെ ഭാഗത്ത് അങ്ങനെ. ഇല്ല ഇല്ല ഇല്ല, ഒരു തെറ്റും വന്നിട്ടില്ല. കാരണം തെറ്റ് എവിടെയെന്നുള്ളത് ചൂണ്ടിക്കാണിച്ചിട്ടേ ഉള്ളൂ ലാലേട്ടൻ. അപ്പൊ ഇനി ഒരു ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ ഇറങ്ങിയ ഒരു കണ്ടസ്റ്റന്റിനോട് ഇതിൽ നിന്ന് എവിക്റ്റഡ് ആയ ഒരു കണ്ടസ്റ്റന്റിനെ വിളിക്കാൻ പോവാണ്. വിളിച്ചിട്ട് റസ്മിന്റെ ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കണം. അതിനുവേണ്ടി പോവാണ്. ഓക്കെ, അഭിഷേകിനെയാണ് വിളിക്കുന്നത് നമ്മള്. ഹായ് അഭിഷേക്. ഹായ്, ഹലോ, നമസ്കാരം. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്നാണ്, ശാരികയാണ്. അതെ പറയൂ. ഓക്കെ, നമ്മൾ ഇന്നിപ്പോ ഒരു വളരെ ക്രൂഷ്യൽ ആയിട്ടൊരു ചോദ്യം ഒരാളെ കുറിച്ച് ചോദിക്കാനാണ് വിളിച്ചത്. റസ്മിന്റെ ഗെയിം, അതായത് ഇപ്പൊ അവിടെ ഉള്ള കണ്ടസ്റ്റൻസിന് റസ്മിന്റെ ഗെയിമിനെ കുറിച്ച് എന്താണ് അഭിഷേകിന്റെ അഭിപ്രായം? റസ്മിന്റെ ഗെയിം അവിടെ ഉള്ളപ്പം ഞാൻ വന്ന സമയത്ത് കുറച്ചും കൂടി ഡൗൺ ആയിരുന്നു. ഞാൻ ടി വിയിൽ കാണുമ്പോൾ ആള് നന്നായി കളിച്ചിരുന്നു. പിന്നെ ഇടയ്ക്ക് ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നപ്പോ കുറച്ചും കൂടി ഡൗൺ ആയി. പിന്നെ ജാസ്മിൻ ഗബ്രി അതിലേക്ക് ചെറുതായിട്ട് ഒതുങ്ങി പോയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. ഇപ്പോ ഒരു കാര്യം കൂടെ അഭിഷേകിനോട് പറയാം. റസ്മിന്റെ പാരന്റ്സ് നമ്മുടെ കൂടെ ഉണ്ട്, നമ്മൾ ഷൂട്ടിലാണ്. അഭിഷേകിനെ വിളിച്ച് ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം വേണ്ടിയാണ് നമ്മളത് പറയാതിരുന്നത്. ഓക്കെ, അപ്പൊ അവര് ഉമ്മയുണ്ട്, റസ്മിന്റെ ബ്രദർ റസീമും ഉണ്ട്. ഓക്കെ, എന്താണ് റസ്മിന്റെ പോസിറ്റീവും നെഗറ്റീവ്സും എന്ന് ഒരു അഭിഷേക് ഇറങ്ങിയ ഒരു ഗെയിമർ എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത് അഭിഷേകിന്? റസ്മിന്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസ്മിന് എല്ലായിടത്തും എത്താൻ ശ്രമിക്കാറുണ്ട്. ഇപ്പം ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ തന്നെ അതില് ഇൻവോൾവ് ആവാനും ആളുടെ പോയിന്റ്സ് ഒക്കെ പറയാനും ആള് മാക്സിമം ശ്രമിക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഒരു നെഗറ്റീവ് ആയിട്ട് ഫീൽ ചെയ്തത് ഇപ്പം എന്റെ ഒരു ഇഷ്യൂ തന്നെ വന്നപ്പോ ഗബ്രി ആയിട്ട് ഒരു സാരിത്തുമ്പിന്റെ ഇഷ്യൂ വന്നപ്പോഴും ആ ഒരു വൺ സൈഡഡ് ആയിട്ട് അവരെ മാത്രം ഇപ്പൊ ഗബ്രീനെയും ജാസ്മിനെയും മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഗബ്രി ആണെങ്കിലും അതിൽ പല തെറ്റുകളായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് പറയുമ്പോഴും അതിനെ ചെറുതാക്കി കാണിച്ച് അവർക്ക് വേണ്ടി ഒരു സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു ഇക്വാളിറ്റി ഫീൽ ചെയ്തില്ല, ട്രൂ ആയിട്ടുള്ള ഗെയിം ആയിട്ട് ഫീൽ ചെയ്തില്ല റസ്മി ആ സമയത്ത് ചെയ്തിരുന്നു അല്ലേ? അതെ അതെ അതെ. ഓക്കെ ഓക്കെ, ഞാൻ അവർക്ക് കൊടുക്കാമേ, അവരോടൊന്ന് സംസാരിക്കാം. ലൗഡ് സ്പീക്കർ ആണ്, കേൾക്കാം അവർക്ക്. ചോദിച്ചോ. ഹലോ ബ്രോ, ഹലോ റസ്മിന്റെ അനിയനാണ്. ഹായ്. സുഖമായിരിക്കുന്നു. ഓ സുഖമായിരിക്കുന്നു. ബ്രോനോ? സുഖം. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ താൻ്റെ ഗെയിം അതിൻ്റെ ഉള്ളിലാ? റസ്മിൻ കളിക്കുന്നുണ്ട്, നന്നായി കളിക്കുന്നുണ്ട്. പക്ഷെ ഇതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ ഇപ്പം ഞാനന്ന് കേറിയപ്പോഴും പറഞ്ഞില്ലേ കുറച്ചൊരു ഈ ഫ്രണ്ട്ഷിപ്പിൽ അകപ്പെട്ടു പോയല്ലാണ് തോന്നിയത്. അതെ അതെ അതെ, അതിലോട്ട് ചെറുതായിട്ട് ഒതുങ്ങിപ്പോയി. അതുകൊണ്ട് ബാക്കി പല കാര്യങ്ങളും കാണാതെ പോവുകയും അങ്ങനെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായി. ബ്രോ കയറിനേക്ക് മുമ്പ് വരെ എല്ലാ പ്രശ്നത്തിലും ഇടപെടും, എല്ലാത്തിലും ആക്റ്റീവായിട്ട് മറുപടി അറിയും എല്ലാമായിരുന്നു. ബ്രോ കയറിയതിനു ശേഷം റസ്മിനെ കണ്ടത് ഒരു ഫ്രണ്ട്ഷിപ്പിൽ അകപ്പെട്ടു പോയല്ലേ പോയ പോലെ ഫീൽ ചെയ്തു. പിന്നെ ആള് കുറച്ച് ഹോസ്പിറ്റൽ ഇഷ്യൂ ഒക്കെ വന്നപ്പോഴും ഒരു കുറച്ചൊന്ന് വീക്ക് ആയില്ലേ. അത് കഴിഞ്ഞപ്പം എനിക്ക് അങ്ങനെ ഒരു കുറച്ചൊന്ന് ഒതുങ്ങി പോയ പോലെ തോന്നി ആളുടെ ഗെയിം ആയാലും. ഓക്കെ, ഇപ്പൊ എങ്ങനെയുണ്ട്? അല്ല, ഇപ്പോഴും കണ്ടോണ്ടിരിക്കണല്ലോ പരിപാടികള്. എങ്ങനെയുണ്ട് അഭിഷേക് ഇപ്പൊ റസ്മിനെ കുറിച്ചുള്ളത്? ഇപ്പൊ സത്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോ എപ്പിസോഡ് കാണലില്ല ആക്ച്വലി. അതുകൊണ്ട് അതിനൊരു ഞാൻ ഇറങ്ങിയ പിന്നെ എനിക്ക് അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. ചില ഷോർട്സും ബൈറ്റ്സും മാത്രമേ കാണലുള്ളൂ. അതുകൊണ്ട് അതിനൊരു അഭിപ്രായം ഇപ്പൊ പറയാൻ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു അഭിഷേക് ബ്രോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹായ് അഭിഷേക്, ആങ്കറാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഞങ്ങളോട് ഇപ്പൊ ഇത്ര കുറച്ച് സമയം ചെലവഴിക്കാൻ കാണിച്ച മനസ്സിന് നന്ദി. താങ്ക് യു വെരി മച്ച്. അപ്പോ നമ്മള് കരുതിയതുപോലെ തന്നെ കോമൺ ആയിട്ട് അഭിഷേക് കറക്റ്റ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് പറഞ്ഞത് പുള്ളി അല്ലെ. ആ ഒരു വീക്ക് പോയിന്റിലാണ് ശരിക്കും പുറത്തു പോവാണെങ്കിൽ തന്നെ ഈ ഒരു കാരണം കൊണ്ടായിരിക്കാം മേ ബി ഈ പോകാനായിട്ടുള്ള ഒരു റീസൺ വരത്തുള്ളതാണ് ഒരു നമുക്ക് തോന്നുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച്. അപ്പം റസ്മിൻ വിജയക്കൊടി പാറിക്കണമെന്നാണ് എന്തായാലും ഒരു അമ്മയെന്ന നിലയിലും ബ്രദർ നില ആഗ്രഹിക്കാം. നമ്മളും നിങ്ങളോടൊപ്പം അത് പ്രാർത്ഥിക്കുന്നു. നല്ല ഗെയിമറായിട്ട് ഇനി ഇപ്പം ബ്രദർ പറഞ്ഞ പോലെ ഇത്ത നല്ല രീതിയിൽ കളിച്ച് നല്ല രീതിക്ക് തന്നെ ആ ഒരു ടോപ്പ് 5-ൽ എത്തി വിജയ കൊടി പാറിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.